നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ 20 ദീപാവലി ദിവസം കുടുംബത്തിൽ ഐശ്വര്യവും ധനവും ആകർഷിക്കുന്നതിനും 7 ജന്മങ്ങളിലെ ദാരിദ്ര്യങ്ങളും ഇല്ലാതാകുവാനും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ലക്ഷ്മി പൂജയിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദീപാവലി ദിവസം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം, ധനം, സമ്പത്ത്, പ്രശസ്തി, കീർത്തി ഇവയെല്ലാം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദീപാവലി ദിവസം മറക്കാതെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി പൂജ ചെയ്യുക. ദീപാവലി ദിവസം സന്ധ്യയ്ക്ക് ഒരു 7 മണി മുതൽ രാത്രി 8:30 പൂജ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കത്തില്ലെങ്കിൽ വൈകിട്ട് 6 മുതൽ രാത്രിയിൽ 9 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ദീപാവലി ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നവരുടെ വീട്ടിൽ സദാകാലവും ലക്ഷ്മി ദേവി വസിക്കുന്നതാണ്. മാത്രമല്ല, സത്യസന്ധമായ ഭക്തിയോടുകൂടി ലക്ഷ്മി പൂജ ചെയ്തു പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ലക്ഷ്മി ദേവി പ്രസന്നയാകുകയും 7 ജന്മങ്ങളിലെ ദാരിദ്ര്യങ്ങൾ ഇല്ലാതാകുകയും വീട്ടിൽ ധനവും ഐശ്വര്യവും നിറയുന്നതുമാണ്. ഇനി ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ പൂജയ്ക്കുള്ള ഒരു പീഠത്തിൽ ചുവന്ന പട്ടോ അല്ലെങ്കിൽ ചുവന്ന തുണിയോ വിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചുവന്ന പട്ടിൽ അല്ലെങ്കിൽ ചുവന്ന തുണിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് പൂജ ചെയ്യുന്നവരുടെ വീട്ടിൽ ധനം, ഐശ്വര്യം, യശസ്, കീർത്തി, അന്നം എന്നിവ നിറഞ്ഞൊഴുകുന്നതാണ്. മാത്രമല്ല, സുഖസമൃദ്ധിക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നതുമല്ല. ഇനി പൂജയിൽ പച്ചരി അല്ലെങ്കിൽ അക്ഷതം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ പൊട്ടിയ അരി ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പൊട്ടാത്ത മുഴുവനായിട്ടുള്ള അരിയാണ് ഉപയോഗിക്കേണ്ടത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുവാണ് അരി. അതുകൊണ്ട് തന്നെ പൂജയിൽ അക്ഷതം അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ പൂജയിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുവാനും മറന്നു പോകരുത്. കാരണം വിഷ്ണു ഭഗവാനെ ധ്യാനിക്കാതെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ ചെയ്യുന്ന ഏതൊരു ലക്ഷ്മി പൂജയാണെങ്കിലും അത് അപൂർണമാകുന്നതാണ്. മാത്രമല്ല, ആ പൂജ കൊണ്ട് യാതൊരു ഫലവും നമുക്കുണ്ടാകുന്നതുമല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളാണ് താമരപ്പൂവും മുല്ലപ്പൂവും. അതുകൊണ്ട് തന്നെ താമരപ്പൂവും മുല്ലപ്പൂവും വാങ്ങി പൂജ ചെയ്യുവാൻ സാധിക്കുന്നവർ എല്ലാവരും ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂ മാലകൾ ചാർത്തി താമരപ്പൂ സമർപ്പിച്ചുകൊണ്ട് തന്നെ പൂജ ചെയ്യാവുന്നതാണ്. ഏതൊരു പൂജയാണെങ്കിലും യാതൊരു തടസ്സവുമില്ലാതെ ആ പൂജ പൂർത്തിയാക്കണമെങ്കിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജയിൽ ഗണപതി ഭഗവാന് കറുകപ്പുല്ല് സമർപ്പിക്കുവാൻ സാധിക്കുന്നവർക്ക് കറുകപ്പുല്ല് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ദീപാവലി ദിവസത്തെ മഹാലക്ഷ്മി പൂജയിൽ 5 തരം പഴങ്ങളും 5 തരം പലഹാരങ്ങളും സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ധനത്തിന്റെ ദേവി ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി പൂജയിൽ സ്വർണ്ണ നാണയമോ അല്ലെങ്കിൽ വെള്ളി നാണയമോ, ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങൾ അതൊരു ബൗളിലാക്കി ലക്ഷ്മി പൂജയിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണം എപ്പോഴും നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ്. ഇനി വർഷം മുഴുവനും ധനം നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ദീപാവലി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധനത്തിന് അല്ലെങ്കിൽ പണത്തിന് യാതൊരു കുറവും ഉണ്ടാകാതിരിക്കുവാൻ ദീപാവലി ദിവസം രാത്രിയിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിലൂടെ ധനം അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. ഈ ഒരു പരിഹാരത്തിനായി 11 അരിമണികൾ എടുക്കുക. ഇനി വെള്ളി നാണയം ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു വെള്ളി നാണയം എടുക്കുക. ഇനി വെള്ളി നാണയം ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് 1 രൂപ നാണയം എടുക്കാവുന്നതാണ്. ഇനി അരി എടുക്കുമ്പോൾ പച്ചരി എടുത്താൽ മതിയാകും. 11 അരിമണികളും നാണയവും ഒരു ചെറിയ ചുവന്ന തുണിയിൽ കിഴി പോലെ കെട്ടി അത് നിങ്ങളുടെ വിളക്ക് വെക്കുന്നിടത്ത് അല്ലെങ്കിൽ ലക്ഷ്മി പൂജ ചെയ്യുന്ന ഭാഗത്ത് വെക്കുക. ഇനി അതല്ല, ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയും ഈ കിഴി വെക്കാവുന്നതാണ്. തുടർന്ന് ഇനി പറയുന്ന മന്ത്രം 108 തവണ ജപിക്കുക. ശ്രീ ഹരിശ്രീ മഹാലക്ഷ്മി നമഃ. ഈ മന്ത്രം 108 തവണ ചൊല്ലുക. ഇനി 108 തവണ മന്ത്രം ചൊല്ലുമ്പോഴും മുല്ലപ്പൂക്കളാലോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ ഇതളുകളാലോ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്.
ഇനി മുല്ലപ്പൂവും താമരപ്പൂവും ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കളോ അല്ലെങ്കിൽ തുളസിയില ഉപയോഗിച്ചോ അർച്ചന ചെയ്യാവുന്നതാണ്. പൂജയ്ക്ക് ശേഷം ഈ കിഴി നിങ്ങളുടെ അലമാരയിലോ അതല്ലെങ്കിൽ പണപ്പെട്ടിയിലോ മണി പേഴ്സിലോ വയ്ക്കാവുന്നതാണ്. ഇനി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പണപ്പെട്ടിയിലും ഈ കിഴി വയ്ക്കുന്നത് നല്ലതാണ്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ധനികനാകുവാൻ സാധിക്കുന്നതുമാണ്. മാത്രമല്ല ഈ ഒരു കിഴി നിങ്ങൾ എവിടെ വെച്ചാലും അവിടെ സദാ ധനം ആകർഷിക്കപ്പെടുകയും പണം വന്നുകൊണ്ടേയിരിക്കുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുമ്പോൾ ദീപാവലി ദിവസം ലക്ഷ്മി ദേവി അതിന്റെ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതായത് ദീപാവലി ദിവസം ചില ജീവികളെ നമ്മുടെ വീട്ടിൽ കാണുന്നതിലൂടെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന്റെ സൂചനയാണത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഐശ്വര്യവും ധനവും വന്നു ചേരുന്നതിന്റെ ചില സൂചനകൾ ലക്ഷ്മി ദേവി നൽകുന്നതാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്ന സമയത്ത് മൂങ്ങ, എലി, പല്ലി ഇവയെ നമ്മുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യം വരാൻ പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. മൂങ്ങ ലക്ഷ്മി ദേവിയുടെ വാഹനവും എലി ഗണപതിയുടെ വാഹനവും പല്ലി ലക്ഷ്മി ദേവിയുടെ പ്രതീകവുമാണ്. ദീപാവലി ദിവസം വീട്ടിൽ പൂച്ച വരുന്നതും വളരെ ശുഭകരമാണ്. അതുപോലെ തന്നെ ഉറുമ്പുകൾ നീണ്ട നിരയായി നടക്കുന്നത് അല്ലെങ്കിൽ വൃത്താകൃതിയിൽ കറങ്ങുന്നത് ഇതും സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ്. മാത്രമല്ല വീട്ടിലേക്ക് പണം വരാനിരിക്കുന്നു എന്നതുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ദീപാവലി ദിവസം പശുവിനെ കാണുന്നതും വളരെ ശുഭകരമാണ്. മാത്രമല്ല പശുവിന്റെ പാദങ്ങൾ സ്പർശിക്കുന്നതിലൂടെ 33 കോടി ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ദീപാവലി ദിവസം പശുവിനെ കാണുമ്പോൾ ഗോമാതാവായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് പശുവിനോട് എന്ത് ചോദിച്ചാലും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നതുമാണ്. ഇനി ദീപാവലി ദിവസം അല്ലെങ്കിൽ ദീപാവലി പൂജയിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി ദീപാവലി ദിവസം കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ ദീപാവലി ആഘോഷിക്കുന്നതിനോ പൂജ ചെയ്യുന്നതിനോ വേണ്ടി കടം വാങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കുക. കാരണം ദീപാവലി ദിവസം രാഹുവും കേതുവും അവരുടെ പരമോന്നത നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസം കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ജീവിതത്തിൽ ദാരിദ്ര്യവും നാശവും കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല ദീപാവലി ദിവസം കടം വാങ്ങിയാൽ ആ വീട്ടിൽ എന്നും കടത്തിന്റെ വാസമുണ്ടാകുന്നതുമാണ്. ഇനി രണ്ടാമതായി ദീപാവലി ദിവസം ചതിയിലൂടെയോ കള്ളത്തിലൂടെയോ ലഭിച്ച ധനം ഉപയോഗിച്ച് ലക്ഷ്മി പൂജ ചെയ്യുവാനും പാടില്ല. അത്തരം പണം ഉപയോഗിച്ച് പൂജ നടത്തിയാൽ ലക്ഷ്മി ദേവി പ്രസന്നയാകില്ല എന്ന് മാത്രമല്ല ലക്ഷ്മി ദേവി അത്യധികം കോപിക്കുന്നതുമാണ്. ഇനി ദീപാവലി ദിവസം ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ പൊട്ടിയ വിഗ്രഹങ്ങൾ, കേടുപാടുകൾ വന്ന ഫോട്ടോകൾ ഇവ ഒന്നും തന്നെ ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഒഴിവാക്കുക. വെള്ള നിറം വിധവ രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി കറുപ്പ് വസ്ത്രങ്ങളും അണിയുവാൻ പാടില്ല. കാരണം കറുപ്പ് ശനിയുടെ പ്രതീകമാണ്. അതുപോലെ തന്നെ ലക്ഷ്മി പൂജയിൽ ഉണങ്ങിയതും വാടിയതുമായ പൂക്കൾ ദേവീദേവന്മാർക്ക് അർപ്പിക്കുവാനും പാടില്ല. ലക്ഷ്മി പൂജ ചെയ്യുന്ന വീട്ടിൽ മത്സ്യമാംസാദികളും ഉള്ളി, വെളുത്തുള്ളി ഇവയടങ്ങിയ ഭക്ഷണങ്ങളും പാകം ചെയ്യുവാൻ പാടില്ല. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കോപം മാത്രമാണ് നമുക്ക് ഫലമായി ലഭിക്കുന്നത്. ദീപാവലി ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ 7 ജന്മങ്ങളിലെ ദാരിദ്ര്യങ്ങൾ പോലും ഇല്ലാതാകും. മാത്രമല്ല വർഷം മുഴുവൻ വീട്ടിൽ ധനവും ഐശ്വര്യവും നിറയുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടം വരെ നന്ദി, നമസ്കാരം.